14.5 കോടി രൂപ ചെലവിൽ നടപ്പാക്കുന്ന പോട്ടച്ചാൽ പ്രളയ നിവാരണ പദ്ധതിയുടെയും 11.96 കോടി രൂപയുടെ ചെലവിൽ കളമശ്ശേരി നഗരസഭയിൽ നടപ്പാക്കുന്ന അമൃത് കുടിവെള്ള പദ്ധതിയുടെയും നിർമ്മാണോദ്ഘാടനം കളമശ്ശേരി മണ്ണോപ്പള്ളിയിൽ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് അധ്യക്ഷനായ ചടങ്ങിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൻ്റെ ഒരു പൊതുസ്ഥിതി എടുത്തു നോക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ ആവശ്യം എത്രത്തോളം എന്ന് നല്ലവണ്ണം വിലയിരുത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ രാജീവ് പറഞ്ഞതുപോലെ നല്ല മീറ്റിംഗാണ്, ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അകലുന്നു എന്നുള്ള സന്തോഷം ഉൾക്കൊള്ളുമ്പോഴും ഈ ശക്തമായ മഴയും അതുമൂലമുണ്ടാകുന്ന ദുരന്തങ്ങളും നമുക്ക് നല്ലവണ്ണം കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്ത് പോകുന്നതിനുള്ള താക്കീതായിട്ടാണ് വീണ്ടും കാണുന്നത്. 2018 പ്രളയകാലത്തുണ്ടായ ബുദ്ധിമുട്ടുകളും അതിന് മുൻപ് തന്നെ ഉദയം ചെയ്ത പ്രശ്നങ്ങളെല്ലാം കൂടി ചേർത്തുകൊണ്ടാണ് പൊട്ടച്ചാൽ ഒരു നവീകരണ പദ്ധതിക്ക് തുടക്കം കുറിക്കാനായിട്ട് സാധിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ അവർ സൂചിപ്പിച്ചു, വർഷങ്ങളായി അനുഭവിച്ചു വരുന്ന ബുദ്ധിമുട്ടുകൾ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് മുനിസിപ്പൽ കൗൺസിലേഴ്സും അതുമായി ബന്ധപ്പെട്ടൊക്കെ ആയിരിക്കും. പക്ഷെ ബഹുമാനപ്പെട്ട ശ്രീ രാജീവ് മന്ത്രിയെ വന്നതിന് ശേഷം അക്കാര്യങ്ങളെ ഒന്ന് ക്രോഡീകരിച്ചുകൊണ്ട് വിപുലമായൊരു പദ്ധതിയിലേക്ക് പോകാൻ സാധിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കനത്ത മഴയിൽ പോട്ടച്ചാൽ തോടിന് സമീപമുള്ള പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് ദുരിതം വിധിക്കുന്നത് പതിവാണ്. ഇത് പരിഹരിക്കുന്നതിനും ഈ ഭാഗത്തെ പ്രളയ വെള്ളക്കെട്ട് സാധ്യതകൾ പൂർണ്ണമായി ഒഴിവാക്കുന്നതിനാണ് പോട്ടച്ചാൽ തോട് പ്രളയ നിവാരണ പദ്ധതി നടപ്പാക്കുന്നതെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് പറഞ്ഞു. കളമശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ വാട്ടർ മാപ്പിംഗ്, അപ്പോഴാണ് തൃക്കാക്കര മുനിസിപ്പാലിറ്റിയുടെ വെള്ളവും ഇടക്കാലം വന്നപ്പോൾ അതിൻ്റെ നിർമ്മാണത്തിൻ്റെ ഭാഗമായി ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. വെള്ളത്തിന് പിന്നെ മുനിസിപ്പാലിറ്റി മണ്ഡലമൊന്നുമില്ല, അത് ആ വഴി അങ്ങ് ഒഴുകി പോവുകയാണ്. പക്ഷെ അവിടുത്തെ അവരുടെ പദ്ധതി വന്നപ്പോൾ ആ വെള്ളവും ഇതുമായി കണക്ട് ചെയ്തു. ഇനിയിപ്പോൾ തോട് റോഡാക്കി മാറ്റിയതെല്ലാം വീണ്ടും തോടാക്കി മാറ്റുക എന്നുള്ളത് അസാധ്യമാണ്. അപ്പോൾ തോടും വേണം, റോഡും വേണം. അത് രണ്ടും വെച്ചിട്ടാണ് ഒരു പദ്ധതി തയ്യാറാക്കിയത്. അതാണ് ഈ പുതിയ ബോക്സ് കൽവർട്ട് എന്ന സംവിധാനം. അത് എൻ്റെ മുൻപിൽ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ബഹുമാനായ മന്ത്രിയുടെ കൂടി അനുവാദത്തോടു കൂടി ഇതുമായി ബന്ധപ്പെട്ട് എല്ലാവരുടെയും യോഗം ചേരുകയുണ്ടായി. അവരുടെ മുൻപിൽ ഈ പദ്ധതി അവതരിപ്പിച്ചു. ഇപ്പം നമ്മളാരും വിദഗ്ധരല്ല, എങ്ങനെയാണ് ഇതിന് പരിഹാരം എന്നുള്ളത് ആർക്കും പറയാൻ കഴിയില്ല. വിദഗ്ധരായ